ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് പോകുന്നതിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ അംഗൻവാടിയിലെ താത്ത ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റാണ് നിന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും അതിന് പോകുന്നതിൻ്റെ വീഡിയോയും പോകുന്നതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോകുവാണ് ഗായ്സ്. ഇതാണ് ഗായത്രി. ഒരു ഹായ് പറ ഗായത്രി. ഹായ്. ഞങ്ങൾ ഇവിടുത്തെ എരപ്പുംതോട് കാണിച്ചു തരാം, വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, അപ്പോൾ അത് കാണിച്ചു തരാം. കാണുന്ന വെള്ളച്ചാട്ടമാണ് ഞങ്ങളുടെ ഏരിയയിലെ എരപ്പുംതോട്ടം എന്നറിയപ്പെടുന്നത്. അതെ അതെ, ഇതാ വരുന്നത്. ഇതാണ് ഞങ്ങളുടെ എരപ്പുംതോട്. ഇതോ വരുന്നത് കാണാൻ പോയ കുട്ടി കാട്ടുവാസി. ഇത് തങ്കം. ഒരു ഹൈ വർ തങ്കം. ഒരു ഹൈ വർ തുമ്പി. അതെ അതെ, ഞങ്ങൾ ഇനി അംഗൻവാടിയിലോട്ട് പോകണം. അംഗൻവാടി എത്തിയിട്ട് ഇനി കാണാം. ഈ പശു ആടുകൾക്ക് കുളിച്ച വെള്ളത്തിലാണ് തുമ്പി കാല് കഴുകിയത്. തുമ്പിക്ക് അതെ, ഇപ്പൊ തുമ്പിക്ക് പണ്ടത്തിനെ പറ്റിപ്പോയതാ. പാവ എന്റെ കൊച്ച്. അതെ, ഇതാണ് ഞങ്ങളുടെ ആശ ടീച്ചർ. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ടീച്ചർ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി. ഇതാണ് ഞങ്ങളുടെ അംഗൻവാടി. പക്ഷേ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അടുത്തുള്ളൊരു വീട്ടിൽ വെച്ചായിരുന്നു പരിപാടി നടത്താതിരുന്നത്. പക്ഷേ മഴ കാരണം അവിടെ വെച്ച് നടത്താൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്കൂളിലെ ഒരു റൂമിലാണ്, ക്ലാസ് റൂമിൽ വെച്ചാണ് പരിപാടികളൊക്കെ നടത്തിയത്. മഴ കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. മഴ കാരണം ഞങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്യണം. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം കാറിലാണ് എല്ലാവരെയും ട്രിപ്പ് അടിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാറിൽ കയറി സ്കൂളിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം ഈ സമയത്ത് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടികൾ ബന്ധപ്പെട്ട് നമ്മൾ ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ബഹുമാന്യമായ നമ്മുടെ അംഗൻവാടി ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ഇതാണ് ഞങ്ങളുടെ അംഗനവാടി ടീച്ചർ, ആശ ടീച്ചർ. അങ്ങനെ ടീച്ചർ ആശംസയൊക്കെ പറഞ്ഞു. അതിനുശേഷം വന്ന അതിഥികളെല്ലാം അഭിപ്രായങ്ങളും ആശംസകളും ഒക്കെ അറിയിച്ചു. അത് കഴിഞ്ഞ് പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. മുട്ടപ്പപ്സും ചായയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ താത്ത ടീച്ചറിന് പൊന്നാട അണിയിക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ വാർഡ് മെമ്പറാണ് പൊന്നാട അണിയിച്ചത്. അതിനുശേഷം മൊമെൻറ്റോയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സമാവേശിച്ച ഒരു ചെറിയ തുകയുണ്ട്. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തെറ്റിദ്ധരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ താത്ത ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ് പറയുകയായിരുന്നു. വളരെ നന്ദി. ഇനി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ കൂടി എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. ടീച്ചറിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളെല്ലാം കൊച്ചു തൊട്ടേ ഇവിടെ പഠിച്ചത് ഈ അംഗൻവാടിയിലായിരുന്നു. അപ്പം ടീച്ചർ പോകുന്നത് നമുക്ക് ഭയങ്കര ഇതാണ്. കാരണം എപ്പോൾ ചെന്നാലും ഭയങ്കര കാര്യമായിട്ടുള്ളൊരു ടീച്ചറായിരുന്നു താത്ത ടീച്ചർ. അങ്ങനെ പിന്നെ എല്ലാവരും നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഗായത്രി പഠിച്ച സ്കൂളാണ്. ഗായത്രിക്ക് നെസ്റ്റ് അടിക്കുന്നില്ല. ഗായത്രി 2 വാക്ക് പറ സ്കൂളിനെ കുറിച്ച്. ഒന്നും പറയില്ലെന്നാ ഗായത്രി പറയുന്നേ. ഗായത്രിക്ക് നെസ്റ്റ് അടിച്ചില്ല. ഗായത്രി അതാ ഗായത്രിക്ക് നെസ്റ്റ് അടിക്കുന്ന ഗായത്രിയുടെ സ്കൂള് കണ്ടിട്ട് 2 വാക്ക് പറ. പരിപാടിയെ കുറിച്ച് 2 വാക്ക് പറ. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. അതെ അതെ, പിന്നെ പേരും മഴയായിരുന്നു. അങ്ങനെ എങ്കിലും അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചറിനെ യാത്ര അയച്ചു. ടീച്ചറിനെ യാത്ര അയച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എത്രയൊന്നും കിട്ടിയിരുന്നു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ.